ഹലോ ഗായ്സ്, പൂപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും പച്ചക്കറി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചോറിന് ഒരു സൈഡ് ഡിഷായിട്ട് ഇത് കൂട്ടാവുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ ഞാൻ 2 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്, 2 മുറിയാണ് കേട്ടോ. അപ്പോൾ ചമ്മന്തിയുടെ അളവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് തേങ്ങയുടെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നും ചേട്ടാ, തേങ്ങ രാവേണ്ട ഒരു എഫേർട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിളാണ്. അപ്പോൾ ഞാനെല്ലാം തേങ്ങ രാവി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊരു 17 വറ്റൽമുളകുണ്ട്. അതുപോലെ കുറച്ച് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ കടുക്, ഇത് ഞാൻ കുത്തി ചതക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലിപ്പമുണ്ടാവും. അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലിൻ്റെ ആവശ്യമുണ്ട്. അതിനായി കുറച്ച് ഞാൻ ഫ്രഷ് കറിവേപ്പില എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിവേപ്പില പൊട്ടിച്ചെടുക്കാൻ വന്നതാണ്. കറിവേപ്പില എല്ലാം പൊട്ടിച്ചെടുത്തു. ഇനി ഇത് നന്നാക്കി ഒന്ന് വാഷ് ചെയ്യട്ടെ. കറിവേപ്പിലെല്ലാം നന്നാക്കി വാഷ് ചെയ്തു. ഞാനിത് തേങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിലർ ചമ്മന്തിയിലേക്ക് കുരുമുളക്, മല്ലി, ഇഞ്ചി എല്ലാം ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ തേങ്ങ എല്ലാം റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് പാനിലേക്ക് ഞാൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കരിയാണ്ട് മുളകൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുളകെല്ലാം റോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ രാവി വെച്ച തേങ്ങയെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നന്നാക്കി റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഗോൾഡൻ കളറാവണ വരാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇനി ഇതിലേക്ക് കൂടാതെ ഞാൻ 3 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുകയാണ്. ഇതൊരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ മുന്നേ റോസ്റ്റ് ചെയ്ത മുളക് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് തീ ഓഫാക്കി ഇടുക. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ നന്നാക്കി തുടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തി പെട്ടെന്ന് കേട് വന്നു പോകും. ഫസ്റ്റ് ഞാൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുളകെല്ലാം പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു തരിതരിപ്പോടെയാണ് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ് രാവിലെ കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. താങ്ക് യു.